ഹലോ, എന്താ എല്ലാവരുടെയും വിശേഷം? ഭയങ്കര ചൂട്, അതുതന്നെയല്ലേ വിശേഷം? അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 റിഫ്രഷിങ് ഡ്രിങ്ക് കണ്ടാലോ? 3 യുണീക്ക് ടേസ്റ്റിൽ 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഫസ്റ്റ് വൺ മാംഗോ ഷിക്കഞ്ചി അല്ലെങ്കിൽ സ്പൈസ്ഡ് മാംഗോ ഡ്രിങ്ക്. ഇതിനായിട്ട് ഫസ്റ്റ് ഒരു സ്പൈസ് മിക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1 ഇഞ്ച് ഒരു ഡ്രൈ ജിഞ്ചർ എടുത്തിട്ടുണ്ട്. പിന്നെ 4 ഏലക്കയും കൂടെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒരു കോഴ്സ് പൗഡറായിട്ട് ഞാൻ പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഇതിന്ന് ഞാനൊരു ടീസ്പൂണേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി നല്ല പഴുത്ത മാംഗോ എടുത്തിട്ട് ഇതേപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത്, നന്നായിട്ട് പഴുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് ഷുഗറും ആഡ് ചെയ്യേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു 2 ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്തിട്ടാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊരു പ്യൂരി ആക്കിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു സെർവിങ് ഗ്ലാസ് എടുത്തിട്ട് 2 സ്ലൈസ് ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ചിയാ സീഡ്സ് സോക്ക് ചെയ്തത്, പിന്നെ ഇത് ഈ ഷിക്കഞ്ചി മസാല, പിന്നെ ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് ഈ മാംഗോ പ്യൂരി ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളമോ അല്ലെങ്കിൽ സോഡ വാട്ടർ ആണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് മിൻറ്റും ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ തണുപ്പിക്കാം. നല്ല റിഫ്രഷിംഗ് ആണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ സ്പൈസസിൻ്റെ ഒക്കെ ഒരു കിക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഡ്രിങ്കിന്. നെക്സ്റ്റ് വൺ പിനാക്കൊളാഡ. ഇതൊരു സ്പാനിഷ് കോക്ടെയിൽ ഡ്രിങ്ക് ആണ് കേട്ടോ. ഇതിൻ്റെ ആക്ച്വൽ റെസിപ്പിയിൽ റമ്മാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ചിൽഡ് വാട്ടറായിട്ട് ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ: ഷുഗറും പൈനാപ്പിളും കോക്കനട്ട് ക്രീമും. 3 ഒരുമിച്ച് ബ്ലെൻഡറിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ കോക്കനട്ട് ക്രീം ആഡ് ചെയ്താൽ ഈ ഡ്രിങ്ക് കുറച്ചും കൂടെ റിച്ചും കുറച്ചും കൂടെ ക്രീമി കൂടെ ആവും. ഇനി ആവശ്യത്തിന് ഷുഗറും ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചുകൂടെ കോക്കനട്ട് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ബനാനയോ കുറച്ച് മാംഗോ അല്ലെങ്കിൽ കുറച്ച് മാംഗോ സ്ലൈസസോ ഒക്കെ ആഡ് ചെയ്തിട്ട് ഈ ഡ്രിങ്കിനൊന്ന് ഡിഫറെൻ്റ് ആക്കി എടുക്കാം. ഇനി ഇതാ സെർവിങ് ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ 2 പേർക്കുള്ള സെർവിങ് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടേസ്റ്റ്, നമുക്കങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് ഈ 3 എണ്ണത്തിൽ. ഇനി ആവശ്യത്തിന് ക്രീമോ അല്ലെങ്കിൽ വാനില ഐസ്ക്രീമോ ആഡ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇനി ഹെൽത്തി വേർഷനാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്തോ വെറുതെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നെക്സ്റ്റ് വൺ കുക്കുംബർ കൂളൻറ്റ്. ഇതിൽ ഈ മിൻറ്റിൻ്റെയും ലൈമിൻ്റെയും കുക്കുംബറിൻ്റെയും ഒക്കെ ടേസ്റ്റ് അങ്ങ് ബാലൻസ് ആയിട്ട് നല്ല റിഫ്രഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കുക്കുംബർ എടുത്ത് അത് പീൽ ചെയ്യുകയാണെങ്കിൽ പീൽ ചെയ്യാം, സ്കിന്നോട് ഗുണയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. എന്നിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് നമ്മളൊരു ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ 2 ടേബിൾ സ്പൂണായിട്ട് ആഡ് ചെയ്തേ. പിന്നെ കുറച്ച് ലൈം ജ്യൂസും ഒരു 3-4 മിൻ ലീവ്സും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ട്രെയിനർ എടുത്ത് അത് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. സ്ട്രെയിൻ ചെയ്യാതെ കുടിക്കുന്നതാണ് ബെസ്റ്റ്. അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് ഒന്നും ലൂസാവില്ല. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സെർവിങ് ഗ്ലാസ് എങ്ങനെ വേണമെങ്കിലും ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചിയാ സീഡ്സ് സോക്ക് ചെയ്തതാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഈ ഗ്രീൻ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തണുപ്പിച്ച് കുടിക്കണം കേട്ടോ ഇത്, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ ഐസ് ക്യൂബ്സും ആഡ് ചെയ്ത് മിൻ ലീവ്സ് വെച്ച് ഗാർണിഷ് ചെയ്യാണ്. അപ്പോൾ ഈ 1 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ 3 സമ്മർ ഡ്രിങ്ക്സും എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഗുഡ് ഡേ, ബൈ.